ഹലോ, ഇന്നങ്ങനെ കാര്യമായിട്ടൊന്നും വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ. ഒരു പഴനിലേക്കുള്ള ട്രിപ്പായിരുന്നു. നാട്ടിൽ നിന്ന് വെക്കേഷന് വന്നു. നാട്ടിൽ വന്നപ്പം ഫാമിലി എല്ലാവരും കൂടെ ഒരു ചെറിയ ട്രിപ്പ്. അത് റോഡ് വഴി തന്നെയാണ് പോകാൻ തീരുമാനിച്ചത്. ഒരു ട്രാവലർ, ഒരു 8-9 പേര്, അച്ഛനും അമ്മയും കുട്ടികളും ചേച്ചിയും എല്ലാം കൂടെ ഒരു ചെറിയ ട്രിപ്പ്. നമുക്ക് എപ്പോഴും യാത്ര വളരെ നമുക്കൊരു റിലാക്സേഷൻ തരുന്ന ഒരു മൊമെൻ്റ് അല്ലേ. അതും എസ്പെഷ്യലി എനിക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും അമ്പലങ്ങളിൽ പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ വന്ന് 2ാമത്തെ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്താണ് ഈ ട്രിപ്പ്. ഓക്കെ, അപ്പം മഴയൊക്കെ അന്ന് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജൂലൈ ഓഗസ്റ്റ് വെക്കേഷൻ സമയത്താണ് പോകുന്നതെങ്കിലും യാത്രയിലൊന്നും മഴയുടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പാലക്കാട് വഴി അങ്ങനെയാണ് പഴനി പോകാനുള്ള ഡിസിഷൻ എടുത്തത്. അപ്പോൾ പോകുന്ന വഴിക്ക് നിറയെ പാടങ്ങളും പാലക്കാടിൻ്റെ ശരിക്കുള്ള ഭംഗി, എന്താ പറയുക, പാടങ്ങളും കുന്നുകളും മരങ്ങളും ഒക്കെ ആയിട്ട് വയലുകൾ നിറഞ്ഞു നിൽക്കുന്ന വയലുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതൊക്കെ കാണുമ്പം ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. എപ്പോഴെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും കാണാനും. അപ്പം അങ്ങനെ പുതുതായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഞാറ് നട്ടിട്ടുള്ള പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കയ്യിൽ മൊബൈലിൽ അങ്ങനെ ഡയറക്റ്റ് എടുത്ത വീഡിയോ ആണ്. കൂടുതൽ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. യാത്രയിലുടനീളം കണ്ട കാര്യങ്ങളാണ് പാടങ്ങൾ. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തമിഴ്നാട് ബോർഡർ എത്തുമ്പോൾ അവിടുത്തെ ഗേറ്റും കാര്യങ്ങളുമൊക്കെ. പിന്നെ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ദളപതി വിജയ്, എവിടെ തിരിഞ്ഞാലും വിജയായിരുന്നു. വിജയുടെ കുറേ ബോർഡുകളും ഹോൾഡിങ്സും ഒക്കെ കണ്ടു. അവൻ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ പഴനിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പൊന്നീസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. അപ്പോൾ ജസ്റ്റ് ആ ഹോട്ടലിൻ്റെ എൻട്രൻസും അതിൻ്റെ റൂമും കാര്യങ്ങളും അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിലുള്ളത്. അതായത് കൂടുതലൊന്നും ഈ വീഡിയോയിലില്ല. പിന്നെ പോകുന്ന വഴിക്ക് കാണുന്ന കുറച്ച് കാറ്റാടി മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികൾക്കൊക്കെ വണ്ടിയിലിരുന്ന് കാണുമ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ ബോർഡായി. പക്ഷേ അത് പറഞ്ഞില്ല, ഇപ്പോൾ എല്ലാവരും മൊബൈലും അല്ലെങ്കിൽ ടാബൊക്കെ അല്ലേ കളിക്കും. പുറത്തേക്ക് കാഴ്ചകൾ കാണാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും കുട്ടികൾക്കില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ട്രിപ്പിൻ്റെ യാത്രയിലെ സീനുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ഹാപ്പി വാച്ചിങ്.